ഒരു വനിതാ മുഖ്യമന്ത്രിക്കായിട്ട് ചീട്ട് ബി ഡൽഹിക്ക് നൽകുമ്പോൾ രേഖാ ഗുപ്ത എന്ന പേര് ഇനി കേന്ദ്രത്തിൽ ഇടിമുഴക്കമാകും. രേഖയുടെ വരവോട് കൂടി രാഷ്ട്രീയ ജീവിതം ഒന്നുമല്ലാതായി പോയ ഒരാളുണ്ട്. അമേഠിയിൽ തോറ്റിട്ടും ഡൽഹിയിൽ പ്രതീക്ഷ അർപ്പിച്ച വീടും വാങ്ങി റോഡാനന്തരം കയറിയിറങ്ങി വോട്ട് തേടിയ സ്മൃതി ഇറാനി. അവർ ബി ചിത്രത്തിൽ നിന്നും മാഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഷോരിലാൽ ശർമ്മയോട് അടിയറവ് പറഞ്ഞ അവരുടെ രാഷ്ട്രീയ ജീവിതം ഡൽഹി തിരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. രാജ്യസഭയിൽ വേണമെങ്കിൽ ഒരു സീറ്റ് നൽകി കേന്ദ്രമന്ത്രി ആക്കാമായിരുന്നിട്ടും അത് ബി ചെയ്തില്ല. രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ചു. അതായിരുന്നു സ്മൃതി ഇറാനിക്ക് ബി പ്രശസ്തിക്കുള്ള കാരണം. കഴിഞ്ഞ ഭരണവർഷങ്ങളിൽ മോദി സർക്കാരിന്റെ പ്രധാന മുഖമായിട്ട് സ്മൃതി മാറിയതും അതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അമേഠി വിട്ടുകൊണ്ട് റായ്ബറേലി രാഹുൽ ഗാന്ധി പിടിച്ചപ്പോൾ തന്നെ പേടിച്ചു പോയതാണെന്ന് പറഞ്ഞ സ്മൃതി ഇറാനി തോറ്റു തൊപ്പിയിട്ടത് കോൺഗ്രസ് വിശ്വസ്തനോടാണ്. അതോടെ സ്മൃതിയുടെ ഗ്രാഫ് താഴ്ന്നു എന്ന് മാത്രമല്ല, വെറും കറിവേപ്പില പോലെയായി എന്നും പറയാം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ സ്മൃതി ശക്തിയായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളായിരുന്നു തോൽവിക്ക് പിന്നാലെ വന്നത്. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിലെ വിജയം കൊയ്ത ബി വനിതാ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ അറിഞ്ഞോ അറിയാതെയോ സ്മൃതിയുടെ പേരും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്തുണ്ടായി? വനിതാ മുഖ്യമന്ത്രി ഉണ്ടായി, പക്ഷേ സ്മൃതി ഉണ്ടായില്ല. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ സ്മൃതിക്ക് ഒരു കസേര കൊടുത്തി അവിടെ ഇരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെ ചായ സൽക്കാരത്തിന് പോലും ഇടം കിട്ടാതിരുന്ന സ്മൃതി ഇതോടെ പൂർണ്ണമായിട്ടും കളം വിടുകയാണ്. അമേഠിയിൽ പരാജയപ്പെട്ട ഇറാനി മുതിർന്ന നേതാക്കളായ VK മൽഹോത്രയെയും വിജയ് ഗോയലിനെയും സന്ദർശിക്കുകയും അവരുടെ വീടുകളിൽ പോയിട്ട് പ്രത്യേക നാമഫലകങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൊടുത്തതൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല, അവർ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തപ്പോൾ പോലും ആദ്യം പുറത്തു കളഞ്ഞതും ഇവരെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ലിസ്റ്റ് വന്നപ്പോഴും ഇങ്ങനെ തന്നെ. ഇനി എന്തുകൊണ്ട് രേഖാ ഗുപ്ത എന്ന ഓപ്ഷൻ BJP തിരഞ്ഞെടുത്തു എന്ന് നോക്കാം. BJPയുടെ പ്രധാന വോട്ട് ബാങ്കിലെ നിർണായക ഭാഗമായ ബനിയ സമുദായത്തിൽപ്പെട്ട ആളാണ് രേഖാ ഗുപ്ത. മാത്രവുമല്ല, കെജ്രിവാളും ഇതേ സമുദായത്തിൽ നിന്നുമുള്ള ആളായതുകൊണ്ടും ഈ തിരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ തോറ്റതിനുള്ള പ്രധാന കാരണം ഈ സാമുദായിക വോട്ട് AAPക്ക് നഷ്ടപ്പെട്ടു എന്നും BJPക്ക് കിട്ടി എന്നുമുള്ളതുമായ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് രേഖാ ഗുപ്ത എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ബനിയ സമുദായത്തിൽ നിന്നും രേഖാ ഗുപ്തയെ കൂടാതെ രവീന്ദ്ര ഗുപ്ത, ജിതേന്ദ്ര മഹാജൻ എന്നിവർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിൽ BJP ഉറപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളായതിനാൽ കൊണ്ട് തന്നെ അവർ പലപ്പോഴും നരേന്ദ്രമോദി സർക്കാരിന്റെ നിശബ്ദ പിന്തുണക്കാരായി കണക്കാക്കപ്പെടുകയാണ്. ഇപ്പോൾ പലരും അദ്ദേഹത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി പരസ്യമായി അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതും ഒരു കാരണം തന്നെ. ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഒരു സ്ത്രീയെ നിയമിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പ്രതിബദ്ധത BJP തന്ത്രപരമായി ശക്തിപ്പെടുത്തി. സ്ത്രീ വോട്ടർമാർക്ക് ശക്തമായ സന്ദേശം നൽകി. രേഖാ ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രിയായി ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നാലാമത്തെ പ്രധാന ഘടകം രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതായത് RSSുമായി ശക്തമായ ബന്ധം കൂടിയാണ്.